പിണറായി മന്ത്രിസഭയിൽ വെറുതെ കുറെ മന്ത്രിമാരുണ്ട്. വിടുവായത്തം അടിക്കുന്നതല്ലാതെ ഒന്നും ചെയ്യില്ല. അതിൽ പ്രധാനിയാണ് ധനമന്ത്രി KN ബാലഗോപാൽ. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിച്ച 2024 ജൂലൈയിലെ പ്രതിമാസ കളക്ഷൻ റിപ്പോർട്ട് ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ ബാലഗോപാലിനോട് പണി നിർത്താൻ പറയേണ്ടി വരും. റിപ്പോർട്ട് പ്രകാരം 2023 ജൂലൈയിൽ കേരളത്തിന്റെ നികുതി വരുമാനം 2381 കോടി. 2024 ജൂലൈയിലെ വരുമാനം 2493 കോടി. വളർച്ച കേട്ടാൽ ഞെട്ടരുത്, വെറും 5%. 2017 GST നടപ്പിലാക്കിയപ്പോൾ ആഹ്ലാദ നൃത്തം ചവിട്ടിയ ധനമന്ത്രിയായിരുന്നു തോമസ് ഐസക്. പ്രതിവർഷം 30% വളർച്ചയുണ്ടാകും എന്നായിരുന്നു ഐസക്കിന്റെ പ്രഖ്യാപനം. ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തിന് GST ഗുണം ചെയ്യും എന്ന അടിസ്ഥാനത്തിലായിരുന്നു ഐസക് നൃത്തം ചവിട്ടിയത്. ഐസക്കിന് മന്ത്രി കസേരയും പോയി തോറ്റ MP ആയിട്ടും സംസ്ഥാനത്തിന്റെ നികുതി വളർച്ച വെറും 2% മാത്രം. വളർന്നത് പാർട്ടി മാത്രം. AKG സെന്ററിൽ പുതിയ മാളിക ഉയരുകയാണ്. സർവ്വരാജ്യ തൊഴിലാളികളും സന്തോഷിക്കുക. ഖജനാവ് ശോഷിച്ചൊരു പരുവമായി. ബാലഗോപാലിന് ധനകാര്യത്തിന്റെ ബാലപാഠങ്ങൾ ഇതുവരെ മനസ്സിലായിട്ടില്ല. റിപ്പോർട്ട് പ്രകാരം IGST വിഹിത വളർച്ച -1 കൂപ്പുകുത്തി. GST ഭരണ സംവിധാനത്തിന്റെ കൊടും കാര്യസ്ഥത മൂലമാണ് വരുമാന വർധന സാധ്യമാവാത്തത്. IGSTയിലൂടെ പ്രതിവർഷം 5000 കോടിയുടെ നഷ്ടം സംഭവിക്കുന്നു എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഒരു വർഷത്തിനു മുമ്പേ മുന്നറിയിപ്പ് നൽകിയതാണ്. ഇത് സർക്കാരിന്റെ കീഴിലുള്ള ഗിഫ്റ്റും എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റി റിപ്പോർട്ടിലും ചൂണ്ടിക്കാണിച്ചിരുന്നു. വിവിധ മേഖലകളിൽ നിന്നും നികുതി വരുമാനം ഉയരാത്തത് നികുതി വകുപ്പിന്റെ തലപ്പത്ത് രാഷ്ട്രീയ നിയമനങ്ങൾ കുത്തി നിറച്ചത് മൂലമാണ്. സ്വർണ്ണവില റെക്കോർഡ് ഭേദിച്ച് മുന്നേറുന്നുണ്ടെങ്കിലും വരുമാനം 6 വർഷം മുമ്പ് ലഭിച്ചതുപോലും ഇല്ല. സിമന്റ്, കമ്പി, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ തുടങ്ങി വിലക്കയറ്റം അതിന്റെ പാരമ്യത്തിൽ എത്തിയിട്ടും അതിന് ആനുപാതികമായി നികുതി വരുമാന വളർച്ച കൈവരിക്കാനാകാത്തത് ഒന്നും രണ്ടും പിണറായി സർക്കാരിന്റെ പോരായ്മയാണ്. പണം ഇല്ലാത്തതിനാൽ ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ മുടങ്ങി. സർക്കാരുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളും വറുതിയുടെ പടുകുഴിയിലാണ്. ഇതിൽ നിന്നും കരകയറാനുള്ള വഴി വെട്ടേണ്ടത് ധനമന്ത്രി ബാലഗോപാലായിരുന്നു. എന്നാൽ മന്ത്രിക്ക് ധനനികുതി വകുപ്പിൽ പ്രത്യേക റോളില്ല. എല്ലാ കാര്യങ്ങളുടെയും നിയന്ത്രണം മുഖ്യമന്ത്രിയുടെ ഓഫീസിനാണ്. നികുതി പിരിക്കേണ്ട ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് കേരളീയത്തിനും നവകേരള സദസ്സിനും പണം കണ്ടെത്തൽ, വൻകിട നികുതി വെട്ടിപ്പ് കേസുകൾ ഒതുക്കൽ തുടങ്ങി എല്ലാവിധ അധാർമിക പരിപാടികളും നടക്കുമ്പോൾ ധനമന്ത്രി മൂകസാക്ഷിയാണ്. ഇപ്പോൾ മാസം 1.5 ലക്ഷം ശമ്പളം നൽകി വിരമിച്ച ഏതാനും ചിലരെ ഒരു വർഷത്തേക്ക് പുനർനിയമനം നടത്തുവാനുള്ള തിരക്കിലാണ് ധനമന്ത്രിയുടെ ഓഫീസ്.